ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളങ്കാവൽ, മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, വിനായകൻ, ജിതിൻ കെ ജോസ്. ഒരു ചരിത്രം തന്നെ കുറിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് പോകാൻ കാരണം തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരൊറ്റ നടൻ തന്നെയാണെന്ന് നമുക്ക് സംശയം കൂടാതെ പറയാം. എന്തായാലും ഈ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്തു. നമ്മളെല്ലാം വിചാരിച്ചത് കോക്ക് ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ കോക്ക് സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് ചെയ്യുന്നത് പോലെ നെഗറ്റീവ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ കോക്കിനെ പോലും ഞെട്ടിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കളങ്കാവലിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ കാഴ്ചവെച്ചത്. കോക്ക് ഗംഭീര റിവ്യൂ കൊടുത്തു, ബാക്കിയുള്ള ആളുകളെല്ലാം ഗംഭീര റിവ്യൂ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ വ്യൂ പോയിന്റിൽ മമ്മൂക്കയുടെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എന്താണോ ആ ഒരു റിവ്യൂ ഞാൻ കൊടുത്തു. പക്ഷേ ഇതിൽ വളരെ നെഗറ്റീവായിട്ട് റിവ്യൂ കൊടുത്തിട്ടുള്ള രണ്ട് വേട്ടാവളിയന്മാരായിരുന്നല്ലോ എന്റർടൈൻമെന്റ് കിഴി എന്ന് പറഞ്ഞാൽ. അവന്മാർ അന്ന് മേടിക്കാൻ തുടങ്ങിയിട്ടുള്ള ട്രോൾ ഇതേ ഈ നിമിഷം വരെയും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവർക്കെതിരെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, അതായത് ആ റിവ്യൂ റിയാക്ഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വീഡിയോ എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണുക, എൻജോയ് ചെയ്യുക, നിങ്ങളുടെ കമന്റ് അറിയിക്കുക. ഈ രണ്ട് വേട്ടാവളിയന്മാർ ഇപ്പോഴും ഏറിൽ തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലതരത്തിലുള്ള കളക്ഷൻ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഇവന്മാർ വരുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കാതെ അസ്ഥാനത്താണ് മലയാള സിനിമാ പ്രേക്ഷകർ, മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ നല്ലൊരു സിനിമയെ നശിപ്പിക്കാൻ നോക്കിയതിന് ഇവന്മാർക്ക് കൊടുത്തിട്ടുള്ള ആ 8ന്റെ പണിയുണ്ടല്ലോ, അതൊന്ന് കണ്ടുപോയിക്കോളൂ. ഞങ്ങളെ പോലെയുള്ള റിവ്യൂ പറയുന്നവർക്കുള്ള ഫോളോവേഴ്സ് 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത്. ഒന്ന് എണീറ്റ് പോടാ അവിടുന്ന്. ഒരു ചായ വാങ്ങി മോന്തി വൈകുന്നേരം വരെ കരക്കാരെ കുറ്റം പറഞ്ഞ് ഇരുന്നോളൂ. തുടങ്ങാം. തീർന്നാ മതിയായിരുന്നു. തുടങ്ങുന്നതിന് കുഴപ്പമില്ല, തീരണം. 2.5 മണിക്കൂർ തട്ടേക്കരുന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റുമോ നിനക്കൊക്കെ? കണ്ടിടുന്നൊക്കെ അപ്പൊ ഈ രണ്ട് വേട്ടാവളിയന്മാർക്ക് ഇത് വർക്കായില്ല. കാരണം ഇവന്മാര് നെഗറ്റീവ് മനഃപൂർവ്വം പറഞ്ഞതാണോ, ഇവരുടെയൊക്കെ വീഡിയോ ഇനി കേറാൻ വേണ്ടി ഇവൻ നെഗറ്റീവ് പറഞ്ഞാണോന്ന് അറിയില്ല. പക്ഷെ കമന്റ് ബോക്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ പൊങ്കാലയോട് പൊങ്കാല. എന്തൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. ശരിക്കും പറയാം, ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാസ്റ്റിംഗ് ആണ്. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തിയേറ്റർ വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ആ കഥാപാത്രം പോകുന്നു. ഒരിക്കലും ആ ക്യാരക്ടർ ഞങ്ങളുടെ കൂടെ അല്ല, അത് ഞങ്ങൾ ആ തിയേറ്ററിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ ഇറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുന്നേ ഉപയോഗിച്ചു. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? കളങ്കാവൽ സിനിമ സിമ്പിളായി ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഇറ്റ്സ് സോ ഗുഡ്. ഒരു സിനിമ ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ തന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല കിഡിലൻ പെർഫോമൻസുകളൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു സാധനം തന്നു. അതിൻ്റെ ഒരു സന്തോഷം. നമുക്ക് അകത്തുപോയി സംസാരിക്കാം, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. പെർഫോമൻസ് നടിപ്പ്, അതായത് ബ്രഹ്മയുഗം കണ്ട സമയത്താണ് പറഞ്ഞല്ലോ, അത്തരം സബ്ജക്റ്റുകളിൽ ക്യാരക്ടറായി മാറിയിട്ട് മമ്മൂക്കയുടെ ഒരു അംശം പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. പെർഫോമൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കാസ്റ്റിംഗ്, വിനായകൻ സച്ച് ആൻ ആക്ടർ. ഇത് നമ്മളിങ്ങനെ ഒരു പോയിന്റിൽ നിന്നിട്ട് ആ പോയിന്റിൽ തന്നെ ഇങ്ങനെ കറങ്ങി അങ്ങനെ ഉണ്ടാവും ഒരു 2 മണിക്കൂർ. അത് തന്നെ അവസ്ഥ. താടിക്കാരനെ പിടിച്ച് തൂക്കിക്കൊള്ളണം. പ്രായ ഒരു പ്രശ്നമാണ് സർ. പ്രശ്നമല്ലേ? 40ാമത്തെ വയസ്സല്ലേ സർ സത്യൻ മാസ്റ്റർ ആത്മസഖിയിൽ അഭിനയിക്കാൻ വരുന്നത്. പിന്നെ ജയൻ ഇതൊന്ന് തെളിയിച്ച് നമുക്ക് കണ്ടുപിടിച്ച് കൊടുത്തിട്ട് പോന്നാലോ എന്നൊക്കെ ആലോചിച്ചു. അവന്റെ ശുഷ്കാന്തി കണ്ടമല്ലേ ഈ ക്യാരക്ടറിന് തന്നെ മമ്മൂക്കന്റെ ആ ഒരു ഏജ് ഇതിന് ആപ്റ്റല്ല. ശരിക്കും കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇവരൊക്കെ ഏജ് അതൊക്കെ ഭയങ്കര ഒരു വിഷയം തന്നെയാണ് സിനിമ. പക്ഷെ ഈ രണ്ടുപേരും ഒരേ അഭിപ്രായത്തിൽ വന്നപ്പോഴത്തേക്കാണ് നമുക്ക് അതിനകത്ത് ഒരു എന്താ പറയാ, ഒരു സത്യസന്ധമായി ഞാൻ റിവ്യൂ പറയുന്നതാ പറഞ്ഞത്. ഞങ്ങൾക്ക് 2 പേർക്ക് മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. 2 പൊട്ടന്മാര് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഊക്ക് മേടിച്ചോണ്ടിരിക്കുന്നത്. നല്ല കിടിലൻ ട്രോൾ വീഡിയോ തന്നെ ആയിരുന്നു അല്ലേ? അപ്പൊ എന്റെ വീഡിയോ എടുത്തിട്ടാണ് ഈ ട്രോൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ചെയ്യാന്ന് വിചാരിച്ചത്. എന്തായാലും ഇവന്മാര് പറഞ്ഞ പോലെ ഒരു ഊള നായകനും ഒരു ഊള വില്ലനും 80 കോടി ക്ലബിലേക്ക് ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ സിനിമ 100 കോടി ക്ലബിൽ കയറും. അതുകൊണ്ട് ഊളത്തരം പറയുന്ന ഇതുപോലുള്ള ഊളകള മലയാള സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഇപ്പോഴും നിങ്ങൾ ഈ റിവ്യൂവിന്റെ താഴെ പോയി നോക്കി കഴിഞ്ഞാൽ
ഇവന്മാർ ജീവിതത്തിൽ കേൾക്കാത്ത തെറി അഭിഷേകമാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം ഊള റിവ്യൂമായിട്ട് വരുന്ന നല്ല സിനിമകളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് വരുന്ന, അല്ലെങ്കിൽ സ്വന്തം റീച്ചിന് വേണ്ടി നല്ലൊരു സിനിമയെ നെഗറ്റീവ് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണും എന്ന് വിചാരിക്കുന്ന ഈ രണ്ട് പൊട്ടന്മാരുടെ റിവ്യൂസ് കാണാൻ പോലും ആളുകൾ മടിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ പല നടന്മാരുടെയും ഫാൻ ആയിരിക്കാം, അല്ലെങ്കിൽ പല നടന്മാരെ അന്ധമായി സ്നേഹിക്കുന്നവരായിരിക്കാം. പക്ഷേ നല്ലൊരു സിനിമ കണ്ടിട്ട് ആ സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ വന്നിരുന്നുണ്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കിട്ടും പൊങ്കാല, അല്ലേ? അപ്പം നല്ല സിനിമകൾ നല്ലതായിട്ട് തന്നെ കാണുക. മോശം സിനിമകളാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മളുടെ അവലോകനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. എന്തായാലും ഇവരിപ്പോഴും എയറിൽ തന്നെയാണ്, താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ബാക്കി കമന്റ് നിങ്ങൾ കൊടുക്കുമല്ലോ, അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും